മക്കയിൽ നിന്ന് ഇവർ കാരണം ഹിജറ പോവേണ്ടി വന്ന പ്രവാചകൻ അവസാനം 8 കൊല്ലം കഴിഞ്ഞപ്പോൾ മക്ക വിജയം ഉണ്ടായി തിരിച്ചു വരികയാണ്. അങ്ങനെ മക്ക കീഴടക്കാൻ വേണ്ടി വരികയാണ്. 10,000-കണക്കിന് സഹാബികൾ കൂടെ ഉണ്ട്. അപ്പോൾ അതുവരെ ആക്രമിച്ചവർക്കെതിരെ വല്ലതും ചെയ്യുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. ആ കൂട്ടത്തിലൊരു സഹാബി പറഞ്ഞു, ഇന്ന് യൗമുൽ മൽഹമ, രക്തം ചിന്തുന്ന ദിവസമാണ്. അപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞെന്താണെന്ന് പറയുക, നിനക്ക് തെറ്റുപറ്റി, ഇന്ന് യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. അങ്ങനെ അവരെയൊക്കെ നബി തന്നെ പുറത്താക്കിയവരെ മർദ്ദിച്ചവരെ മുഴുവനും വെറുതെ വിടുക ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാരുണ്യമൊന്നും കാണാതെ, ഇതിപ്പോൾ കാണാഞ്ഞിട്ടുമല്ല, കാരണം ദുഷ്ട മനസ്സുകൾ ആകെ ഇസ്ലാമിനെ വികൃതമാക്കാൻ ഏതെങ്കിലും ഒരു കഷ്ണം കിട്ടുമെന്ന് നോക്കി നടക്കുകയാണ്. പണ്ടത്തെ ജൂതന്മാരെ പോലെ അവർക്ക് അറിയാമായിരുന്നു. ജൂതന്മാരെ പറ്റി അവരെ മുമ്പിൽ വെച്ച് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലദീന ആതൈനാഹുൽ കിതാബ് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. നമ്മൾ വേദഗ്രന്ഥം നൽകിയവർ അവർ ഈ പ്രവാചകനെ അറിയും എങ്ങനെ സ്വന്തം മക്കളെ അറിയും പോലെ. നമ്മുടെ കുട്ടികളെ നമുക്ക് ആരും പരിചയപ്പെടുത്തി തരണ്ടല്ലോ എന്നതുപോലെ മുഹമ്മദ് നബി സത്യദൂതനാണെന്ന് അന്നത്തെ ജൂതന്മാർക്ക് അറിയാമായിരുന്നു. അവർക്കറിയാമായിരുന്നു. അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഈ പ്രവാചകനെ പറ്റിയുള്ള സുവിശേഷങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും അവർ ധിക്കാരപൂർവം, അസൂയ കാരണം, അഹങ്കാരപൂർവം ഞങ്ങളാണ് സാംസ്കാരികമായും ഞങ്ങളാണ് ബൗദ്ധികമായും മുകളിൽ നിൽക്കുന്നത്, അതുകൊണ്ട് അറബികളെ കൂട്ടത്തിൽ ഒരുത്തൻ അംഗീകരിക്കില്ല എന്നുള്ള ഗർവ് കാരണം, പല കാരണങ്ങാലും ഈ സത്യം അവർ സ്വീകരിച്ചില്ല. ഇതുപോലെ ഇസ്ലാം ശരിയാണ്, എല്ലാ മേഖലയിലും അതിൻ്റെ നിർദ്ദേശങ്ങളാണ് സത്യം എന്നറിയാത്തവരല്ല പലരും ഇതിനെതിർക്കുന്നത്. അറിയാത്തവരുണ്ടാവാം, ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുമ്പോൾ തെറ്റിദ്ധരിച്ചവരുണ്ടാവും. പക്ഷെ അവർക്ക് ശരി മനസ്സിലാക്കി കൊടുത്താൽ അവർക്കിത് ബോധ്യവും. അതിനൊക്കെയാണ് വിസ്ഡം യൂത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിച്ചവരെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ.